ചെറുപുഴ പഞ്ചായത്തിലെ 12-ാം വാർഡിലെ തിരുമേനി മുതുവം പരുത്തിക്കൽ റോഡ് ഗതാഗത യോഗ്യമാക്കണമെന്ന് UDF ചെറുപുഴ പഞ്ചായത്ത് കമ്മിറ്റി ആവശ്യപ്പെട്ടു. പരുത്തിക്കൽ റോഡ് പഞ്ചായത്തിന്റെ കെടുകാര്യസ്ഥതയുടെ പ്രതീകമാണെന്നും UDF നേതാക്കൾ പറഞ്ഞു. റോഡിനോട് കാണിക്കുന്ന അവഗണനയിൽ പ്രതിഷേധിച്ച് പ്രദേശവാസികൾ റോഡിലെ കുഴിയിൽ വാഴകൾ നട്ട് പ്രതിഷേധിച്ചു. റോഡ് ഗതാഗത യോഗ്യമാക്കുവാനുള്ള നടപടികൾ സ്വീകരിക്കുവാൻ പഞ്ചായത്ത് ഭരണകൂടം തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം സമരരംഗത്തേക്ക് ഇറങ്ങാൻ നിർബന്ധിതരായിത്തീരുമെന്നും UDF കമ്മിറ്റി മുന്നറിയിപ്പ് നൽകി. പ്രതിഷേധ പരിപാടിയിൽ UDF ചെയർമാൻ ആലയിൽ ബാലകൃഷ്ണൻ, മണ്ഡലം പ്രസിഡന്റ് TP ചന്ദ്രൻ, കേരള കോൺഗ്രസ് നേതാവ് ജോസഫ് മുള്ളൻമട, TP ശ്രീനിഷ്, തോമസ് നാഗനോലിൽ, ജോർജ് ചെമ്പരത്തി, സിനോ ആടിമാക്കൽ എന്നിവർ പങ്കെടുത്തു. ചെറുപുഴ ഗ്രാമപഞ്ചായത്തിലെ 19 വാർഡുകളിലെയും ഗ്രാമീണ റോഡുകളുടെ സ്ഥിതി അതിശോചനീയമാണ് എന്ന് ഈ പഞ്ചായത്തിലെ മുഴുവൻ ആളുകൾക്കും അറിയാം. ചെറുപുഴ പ്രധാന പട്ടണത്തിലേക്ക് പ്രവേശിക്കുന്ന മുഴുവൻ പഞ്ചായത്ത് റോഡുകളും ഗതാഗത യോഗ്യമല്ലാത്തതിനാൽ ചെറുപുഴ പഞ്ചായത്തിനെ ആശ്രയിക്കേണ്ട ആളുകൾ പോലും പാടിയോട്ടുചാലിലും മറ്റും പോയി കാര്യങ്ങൾ നിർവഹിക്കേണ്ട സ്ഥിതിയാണുള്ളത്. ഇത്രമാത്രം കെടുകാര്യസ്ഥയും ഉത്തരവാദിത്തമില്ലായ്മയും കാണിക്കുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതി കണ്ണൂർ ജില്ലയിൽ ഉണ്ടാകുമോ എന്ന് ആലോചിക്കേണ്ടിയിരിക്കുന്നു. തിരുമേനി പ്രദേശത്തെ ജനങ്ങളുടെ യാത്രാ ദുരിതം UDFന്റെ നേതാക്കളുമായി അവർ പങ്കുവച്ചതിന്റെ അടിസ്ഥാനത്തിൽ ചെറുപുഴ പഞ്ചായത്തിലെ UDFന്റെ നേതാക്കൾ ഇതൊന്ന് കാണുവാൻ വേണ്ടി ആണ് ഇവിടെ എത്തിയിട്ടുള്ളത്. ഇത് ഒരു റോഡിന്റെ മാത്രം സ്ഥിതിയാണ്. ഇത്തരത്തിൽ എല്ലാ റോഡുകളും വളരെ ശോചനീയമാണ്. കഴിഞ്ഞ 1 കോടി രൂപ വാർഷിക പദ്ധതിയിൽ റോഡ് വികസനത്തിന്റെ സ്പിൽ ഓവറാക്കിയ ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് നിലവിലുള്ളത്. അതിനെയൊക്കെ പറയുന്നതിനെ ദാർഷ്ട്യത്തോടുകൂടി നേരിടുന്ന ഒരു സമീപനമാണ് പഞ്ചായത്ത് സ്വീകരിച്ചു പോകുന്നത്. ഇത്തരത്തിലാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പോക്കെങ്കിൽ UDF അതിശക്തമായ ജനകീയ സമരവുമായി മുന്നോട്ട് വരും എന്നാണ് അറിയിക്കുവാനുള്ളത്. ഇപ്പോൾ ചെറുപുഴയിൽ തന്നെ ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള റോഡിന്റെ അവസ്ഥ നമുക്കറിയാം. അത് വലിയ വാഗ്ദാനങ്ങൾ നൽകി അധികാരത്തിൽ വന്ന ഈ പഞ്ചായത്ത് അതിൽ ഒന്നുപോലും നടപ്പിലാക്കാൻ സാധിക്കാതെ നമ്മുടെ സ്റ്റേഡിയം ഒക്കെ വളരെ പെട്ടെന്ന് ശരിയാക്കും എന്നാണ് അന്ന് അവർ സൂചിപ്പിച്ചത്. ഒരു കാര്യവും നേരെ ചൊവ്വേ നടത്താൻ സാധിക്കാത്ത ഈ ഭരണസമിതിക്കെതിരെ വരുന്ന നാളുകളിൽ നല്ല പ്രക്ഷോഭങ്ങൾ ഉണ്ടാകും എന്ന് മാത്രമാണ് അറിയിക്കുവാനുള്ളത്. മുൻപ് ഗതാഗത യോഗ്യമായിരുന്ന റോഡാണ് തിരുമേനി മുതുവം പരുത്തിക്കൽ റോഡ്. ഇന്ന് വളരെ ശോചനീയമായ അവസ്ഥയിലാണ് ഈ റോഡിന്റെ സ്ഥിതിയുള്ളത്. ഇപ്പൊ കാൽനട യാത്ര പോലും പറ്റാത്ത അവസ്ഥയായി. ഇവിടെ ഓട്ടോറിക്ഷയും കാറും അടക്കമുള്ള വാഹനങ്ങൾ പരുത്തിക്കലിലേക്ക് തിരുമേനി മുതുവം റോഡിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്ന റോഡ് ഇപ്പൊ ഗതാഗത യോഗ്യമല്ലാതായിരിക്കുന്നു. കഴിഞ്ഞ മഴക്കാലത്തോടുകൂടി ഈ റോഡിന്റെ സ്ഥിതി വളരെ ദയനീയമാണ്. അതുകൊണ്ടാണ് നാട്ടുകാരെ ഈ റോഡിന് നടുവിൽ ഇത് തിരുമേനി മുതുവം പരുത്തിക്കൽ റോഡാണ്. വളരെ ശോചനീയാവസ്ഥയിലുള്ള ഇത്തരം റോഡുകൾ നമ്മുടെ നാട്ടിലുണ്ടോ എന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു. 12-ാം വാർഡിലെ എല്ലാ റോഡുകളും തന്നെ ഗതാഗത യോഗ്യമല്ലാത്ത ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇത്രയേറെ ഗതാഗത യോഗ്യമല്ലാത്ത മറ്റ് പ്രദേശങ്ങൾ ഉണ്ടാവുമോ എന്ന് തന്നെ സംശയിക്കുന്നുണ്ട്. വികസനകാര്യ സ്റ്റാൻഡിംഗ് ചെയർമാന്റെ വാർഡിലുള്ള റോഡുകൾ വളരെ ശോചനീയാവസ്ഥയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഒറ്റ റോഡിൽ കൂടെയും സുഗമമായ യാത്രാ സൗകര്യം യാത്ര ചെയ്യാൻ സാധിക്കാത്ത ഒരവസ്ഥയാണുള്ളത്. ഇതേപോലെ ജനങ്ങളെ വെല്ലുവിളിക്കുന്ന ഒരു ഭരണസമിതി കഴിഞ്ഞ ഒരു കാലത്തും ഈ ചെറുപുഴ പഞ്ചായത്തിലുണ്ടായിട്ടില്ല. ഈ ജനങ്ങളോടുള്ള വെല്ലുവിളി എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ച് എല്ലാവിധ സൗകര്യങ്ങളും ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കാനുള്ള ഒരു നടപടി പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നാണ് UDFന് ആവശ്യപ്പെടാനുള്ളത്. പ്രിയപ്പെട്ടവരെ, നമ്മളിവിടെ കടന്നു വന്നത്
തിരുമേനി പരുത്തിക്കല്ല് റോഡിൻ്റെ ശോച്യാവസ്ഥ നിലയിൽ കണ്ട് പഞ്ചായത്ത് അധികൃതരുടെ കണ്ണ് തുറപ്പിക്കാൻ സാധിക്കുമോ എന്ന് ഉള്ള പരീക്ഷണത്തിലാണ്. ഈ റോഡ് കാൽനട പോലും ദുസ്സഹമായ രീതിയിൽ തകർന്ന് തരിപ്പണമായി. ചെറുപുഴ പഞ്ചായത്തിൻ്റെ 12-ാം വാർഡിൽ ഉൾപ്പെടുന്ന ഈ റോഡ് എത്രയും പെട്ടെന്ന് അറ്റകുറ്റപ്പണി തീർത്ത് ഗതാഗത യോഗ്യമാക്കണമെന്നുള്ളതാണ് UDFൻ്റെ ആവശ്യം. ഇത്രയും ശോചനീയമായ നിലയിലായിട്ടും യാതൊരു നടപടിയെടുക്കാൻ പഞ്ചായത്ത് അധികൃതർക്ക് സാധിക്കുന്നില്ല. കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ വാർഡിലെ മുഴുവൻ റോഡുകളും യഥാവിധി ഗതാഗത യോഗ്യമാക്കി തരുമെന്ന് വാഗ്ദാനം നൽകിക്കൊണ്ടാണ് ഇവിടുത്തെ LDFൻ്റെ മെമ്പർ തിരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ നിലവിലുള്ള റോഡ് പോലും സംരക്ഷിക്കാനോ അല്ലെങ്കിൽ കാൽനടക്കോ അല്ലെങ്കിൽ യാത്രക്കോ സൗകര്യപ്രദമായ രീതിയിൽ ആക്കാനോ സാധിക്കാതെ ഇരുട്ടിത്തപ്പുകയാണ് പഞ്ചായത്തും മെമ്പറും ഉൾപ്പെടെയുള്ള ആളുകൾ. അടിയന്തരമായും ഈ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നില്ലെങ്കിൽ അതിശക്തമായ ജനകീയ പ്രക്ഷോഭം UDF ഏറ്റെടുത്ത് നടത്താൻ നിർബന്ധിതമാകും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ റോഡിൻ്റെ ശോച്യാവസ്ഥ പരിഹരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് സൗകര്യപ്രദമായ രീതിയിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യമൊരുക്കാൻ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായും ഇടപെടലുണ്ടാകണം എന്ന് UDF ആവശ്യപ്പെടുകയാണ്. ഇതുമാത്രമല്ല, ഈ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകളിൽ ഇതുപോലെ റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ് കാൽനട പോലും ദുസ്സഹമായ രീതിയിൽ നിൽക്കുകയാണ്. ഇത് എത്ര പറഞ്ഞാലും സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ NABH പ്രീ എൻട്രി ലെവൽ അക്രഡിറ്റഡ് ആൻഡ് ISO സർട്ടിഫൈഡ് ഹോസ്പിറ്റൽ. മലയോരത്തിന്റെ ചികിത്സാ മേഖലയിൽ അതുല്യമായ സേവന സന്നദ്ധതയുമായി 140 ബെഡുകളോടെ 24 മണിക്കൂറും പ്രവർത്തിച്ചു വരുന്നു. എമർജൻസി ഡിപ്പാർട്ട്മെന്റ്, CT സ്കാൻ, അൾട്രാസൗണ്ട് സ്കാനിംഗ്, ലാപ്രോസ്കോപ്പി അടക്കം എല്ലാ സർജറികൾക്കും സജ്ജമായ ഓപ്പറേഷൻ തിയേറ്റർ, ICU, ലേബർ റൂം, NICU, PICU, ലബോറട്ടറി, മൈക്രോബയോളജി, ഫിസിയോതെറാപ്പി, ഡയാലിസിസ്, ഡെന്റൽ കെയർ, ബ്ലഡ് സ്റ്റോറേജ്, ഡീലക്സ് റൂംസ്, ആംബുലൻസ് സർവീസ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളുമായി സെന്റ് ജോസഫ്സ് ഹോസ്പിറ്റൽ കരുവഞ്ചാൽ. ഫോൺ 9400 062 912.